ഉത്രട്ടാതി ജലമേളയുടെ ആവേശത്തിൽ ആറന്മുള വള്ളംകളി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വിവരങ്ങൾ ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, എങ്ങനെയാണ് അവിടെ വള്ളംകളി പുരോഗമിക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെ പറയാം. പമ്പയുടെ തീരങ്ങളും പമ്പയും പമ്പാ നദിയും എല്ലാം തന്നെ വഞ്ചിപ്പാട്ടിന്റെ താളം കൊണ്ട് മുഖരിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷം. ജലഘോഷയാത്ര പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പള്ളിയോടങ്ങളുടെ ഹീറ്റ് മത്സരങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് പറയാൻ കഴിയും. ഇത്തവണ 52 പള്ളിയോടങ്ങൾ മത്സരത്തിനുണ്ടായിരിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിലൊരു മാറ്റം വന്നിരിക്കുന്നു. 49 പള്ളിയോടങ്ങളായിരിക്കും ബി ബാച്ചുകളിലായി മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യാസം ഇത്തവണയുണ്ട്. കാരണം വള്ളംകളിയുടെ ഒരു ആവേശം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, കൂട്ടുന്നതിന് വേണ്ടിയൊക്കെ ആയിട്ട് ഹീറ്റ് മത്സരങ്ങളിൽ സമയക്രമം അനുസരിച്ച്, അതായത് മികച്ച സമയത്തിൽ തുഴഞ്ഞെത്തുന്ന 4 പള്ളിയോടങ്ങളെ വീതം ബി ബാച്ചുകളിൽ നിന്നും ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കാനാണ് റേസ് കമ്മിറ്റിയുടെ തീരുമാനം. അത്തരത്തിൽ തന്നെയാണ് പള്ളിയോടങ്ങളുടെ മത്സരങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏകദേശം 1 കിലോമീറ്റർ ദൈർഘ്യമേറിയ നെട്ടായത്തിൽ തുഴഞ്ഞെത്തുന്ന വള്ളങ്ങളെ, അങ്ങനെ 4 വള്ളങ്ങളെ വീതം ഫൈനൽ മത്സരങ്ങളിലേക്ക് മാറ്റും. ഇത്തവണ സെമി ഫൈനൽ മത്സരങ്ങളോ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളോ ഉണ്ടാവുകയില്ല. നേരത്തെ ഈ കരക്കാരുടെ, അതായത് ഈ 3 മേഖലകളിൽ നിന്നുള്ള 52 കരക്കാരുടെ പള്ളിയോടങ്ങളാണ് മത്സരത്തിലെത്തുക. ആ കരക്കാരുടെ ആവശ്യമനുസരിച്ചാണ് ഇത്തരത്തിൽ ഒരു മത്സര വള്ളംകളിക്ക് തന്നെ പമ്പയുടെ തീരവും ഒപ്പം ആറന്മുളയും സാക്ഷിയാകുന്നത്. ഇത് തീർച്ചയായിട്ടും ഇതിനൊരു പൗരാണികമായ ആചാരവും ഒപ്പം തന്നെ ഒരു ഒരു ആരാധനയും ഒക്കെ തന്നെ ഉണ്ട്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികം ഈ ഉത്രട്ടാതി നാളിലായിട്ടാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ജലമേള സംഘടിപ്പിക്കുന്നത്. അതായത് ആറന്മുള ഭഗവാന്റെ ഇപ്പം ഈ പള്ളിയോടങ്ങളിലുണ്ട്. ഈ തുഴച്ചിൽക്കാരെല്ലാം അത്തരത്തിൽ ദൈവബന്ധമുള്ളവരാണെന്ന് സങ്കല്പിക്കുന്നു. ഈ പള്ളിയോടങ്ങളിൽ അങ്ങനെ ഈ ദൈവബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഉത്രട്ടാതി നാളിൽ ഇത്തരത്തിൽ ഒരു പള്ളിയോടങ്ങളുടെ ജലഘോഷയാത്രയും ഒപ്പം മത്സരവും ഒക്കെ സംഘടിപ്പിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി തന്നെ ജലഘോഷയാത്ര തുടങ്ങിയിരുന്നു. ജലഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. അതായത് കഴിഞ്ഞ ദിവസം തിരുവോണനാളിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് തിരുവോണ ആവശ്യത്തിന് വിഭവങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി കാട്ടൂരിൽ നിന്നെത്തിയ തിരുവോണത്തോണി അനുധാവനം ചെയ്തുകൊണ്ട് പള്ളിയോടങ്ങൾ പരപ്പുഴക്കടവിൽ നിന്നും കടവിലേക്ക് നീങ്ങിയപ്പോഴേക്കും ജലഘോഷയാത്ര ആരംഭിച്ചിരുന്നു. അതും വളരെ പ്രൗഢ ഗംഭീരമായിരുന്നു. ഇപ്പോൾ ഹീറ്റ് മത്സരങ്ങൾ പുരോഗമിക്കുന്നു. ശരി, ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.